ഒരു വാർത്താ സമ്മേളനം കണ്ടിട്ട് വരികയാണ്. നമ്മളെ മാങ്ങാണ്ടി അങ്ങ് കരയിച്ചു കളഞ്ഞു, പറയാതിരിക്കാൻ നിവർത്തിയില്ല. പൊട്ടി പൊട്ടി കരയാണ് സുഹൃത്തുക്കളെ. ആ വാർത്താ സമ്മേളനം കേട്ടിട്ട് ശബ്ദമിടറി തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു വേട്ടക്കാരനെ കണ്ടപ്പോ സഹിക്കുന്നില്ല. എനിക്ക് സഹിക്കുന്നില്ല സുഹൃത്തുക്കളെ, എനിക്ക് സഹിക്കുന്നില്ല. ഞാൻ അവന്തികയെ ചതിച്ചിട്ടില്ല അത്രേ. അവന്തികയോട് റാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടില്ല. എനിക്കെതിരെ കഥ ഇറക്കിയാണ് അത്രേ. ഇതൊക്കെ പറഞ്ഞു പറഞ്ഞു എന്നെ അങ്ങ് കരയിച്ച് ഞാനും കൂടി ഇതാ ഇപ്പൊ ഇവിടെ തറയക്കണമെന്ന് കരയായിരുന്നു ആ വാർത്താ സമ്മേളനം കണ്ടിട്ട്. എന്റെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് സങ്കടം വന്നു. സങ്കടം വന്നതിനൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുന്നു സുഹൃത്തുക്കളെ. മൂക്കളെ അത്രയും പോയി. ഇനി ഒരു അംശം പോലും ബാക്കിയില്ല. അടുത്ത വർഷത്തേക്ക് ഇവിടെ ഉള്ള എല്ലാം ഇപ്പൊ പിഴിഞ്ഞു കളയേണ്ട അവസ്ഥ വന്നു. ഇതാണ് ഇപ്പോ ഒരു വാർത്താ സമ്മേളനം കണ്ടപ്പോ എന്റെ അവസ്ഥ. അതായത് ചെയ്ത പ്രവൃത്തിക്കൊക്കെ അദ്ദേഹം ചെയ്ത പ്രവൃത്തിയൊക്കെ കയ്യോടെ പിടിച്ചു. ഇനി എന്റെ ഹുങ്കും എന്റെ അഹങ്കാരവും എന്റെ ധിക്കാരവും കൊണ്ടൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് മാങ്കൂട്ടം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അങ്ങനെ മാങ്കാണ്ടി ഇന്നിപ്പോ പ്ലേറ്റ് മാറ്റി. ഇനി ശബ്ദമിടറി തകർന്ന് തരിപ്പണമായ ഞാൻ കുറച്ച് സഹതാപം നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തോന്നണം. കാര്യം ഞാനൊരു വേട്ടക്കാരനല്ല, ലോലനാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇതൊക്കെയാണ് ആഗ്രഹം. അതാണ് ആ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും ആ വാർത്താ സമ്മേളനത്തിലെ വിശദീകരണം, അവന്തിക എന്ന ആ ട്രാൻസ്ജെൻഡറെ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ഞാൻ റേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അത് സത്യമല്ല അത്ര. ഞങ്ങളങ്ങ് വിശ്വസിച്ചു കേട്ടോ. അതൊക്കെ അങ്ങ് വിശ്വസിച്ചു. അവരെ എനിക്കാണ് ഓഡിയോ അയച്ചതെന്ന് ന്യൂസ് 18 ഒരു റിപ്പോർട്ടറുമായിട്ട് സംസാരിക്കുന്നതിന്റെ ഓഡിയോ ഒക്കെ കേൾപ്പിച്ച് കൂടുതൽ വിശ്വാസ്യത വരുത്താൻ വേണ്ടി ഒരു കാര്യം അങ്ങ് നിരാകരിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോ അവന്തികയുടെ കാര്യമല്ല, കഴിഞ്ഞ ദിവസം ഗർഭചിത്രത്തിന്റെ വിഷയം പുറത്തേക്ക് വന്നപ്പോഴാണ് കോൺഗ്രസ്സുകാർ കൂടി എതിരായത്. ഒന്നും രണ്ടും അല്ല, 10ഓളം പെണ്ണുങ്ങളും ഒരു ട്രാൻസ്ജെൻഡറും. അതിൽ ട്രാൻസ്ജെൻഡറിന്റെ കാര്യം മാത്രം സത്യമല്ല എന്ന് പറയുമ്പോൾ ബാക്കി 10 ശരിയാണെന്ന് സ്വയം സമ്മതിച്ചിട്ട് പോവുകയാണ്. ട്രാൻസ്ജെൻഡർ എന്തിനാണ് ഇത് എനിക്ക് അയച്ചതെന്നും അത് എനിക്കെതിരെ ആരോ ഗൂഢാലോചന, ഏതായാലും കോൺഗ്രസ്സുകാരായിരിക്കുമല്ലോ ഗൂഢാലോചന. എന്തായാലും ആ വിങ്ങിപ്പൊട്ടിയുള്ള വാർത്താ സമ്മേളനത്തിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ നിങ്ങൾ കാണൂ സുഹൃത്തുക്കളെ. എനിക്ക് കൂടി കടിച്ചിലടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് ഒന്ന് കണ്ടേ. ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്ന് എനിക്കറിയാം. ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരങ്ങളുണ്ട്. പക്ഷേ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് കടക്കാതെ തന്നെ നിങ്ങൾ പലരും വാർത്തകൾ ചെയ്യുന്നുണ്ട്. ആ വാർത്തകൾ തുടരും. ആ വാർത്തകൾക്കുള്ളൊരു പരിഹാരമൊന്നുമല്ല ഇത് എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ജനങ്ങളോട്, പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകരോട് പറയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അടിസ്ഥാനപരമായി ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ്. ഏതെങ്കിലും തരത്തിൽ ഈ പാർട്ടി ഞാൻ കാരണം ഒരു പ്രതിസന്ധിയിലാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകൻ ഞാൻ കാരണം തലകുനിച്ച് ന്യായീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് എല്ലായ്പ്പോഴും ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാമല്ലോ, ഈ ഇത്രയേറെ അക്രമം നേരിടേണ്ടി വരുന്നതിൻ്റെ ഒരു വലിയ കാരണം അത് ഞാൻ കുറ്റം ചെയ്തോ കുറ്റം ചെയ്തില്ലയോ എന്നുള്ളതിൻ്റെ മെറിറ്റിനപ്പുറം ഈ പാർട്ടിയുടെ എല്ലാ പ്രതിസന്ധിയിലും പാർട്ടിക്ക് വേണ്ടിയിട്ട് ന്യായീകരിക്കാൻ, അത് പാർട്ടിയുടെ മെറിറ്റിനെ ന്യായീകരിക്കാൻ, പാർട്ടിയെ പ്രതിരോധിക്കുവാൻ സമൂഹമാധ്യമമെങ്കിൽ സമൂഹമാധ്യമം, മാധ്യമങ്ങളെങ്കിൽ മാധ്യമങ്ങൾ, സമരങ്ങളെങ്കിൽ സമരങ്ങൾ, അതിലെല്ലാം പ്രവർത്തിച്ച ഒരാളെന്ന നിലയിലാണ് സ്വാഭാവികമായിട്ട് ഇതുണ്ടാകുന്നത്. പക്ഷേ ഞാൻ കാരണം എൻ്റെ പാർട്ടി പ്രവർത്തകർക്ക് തലകുനിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് എനിക്ക് ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും കഴിയുന്ന കാര്യമല്ല. എനിക്ക് ചില കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്നറിയാം, പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അപ്പോൾ ഈ സംഭാഷണം നിങ്ങൾ കേട്ട് കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അപ്പോൾ അതിനുശേഷം അവർ അന്നത്തെ ദിവസം ഞാൻ വിളിച്ചു. അതായത് ഇവർ പുറത്ത് പറയുന്ന ദിവസവും പിന്നുള്ളതെല്ലാം കാഷ്വൽ സംഭാഷണങ്ങളാണ്. അത് രണ്ടുപേര് തമ്മിലുള്ള കാഷ്വൽ സംഭാഷണങ്ങൾ. അതിനകത്ത് ഏതെങ്കിലും ഒരു മോശപ്പെട്ട കാര്യമൊന്നുമില്ല. അത് പുറത്ത് പറയേണ്ട കാര്യമില്ല. ഇനി അന്നത്തെ ദിവസമാണ് ഇവരാരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് ഇവരങ്ങനെ എന്നോടിത് പറഞ്ഞിട്ട് നിൽക്കുന്ന സാഹചര്യമാണല്ലോ. അപ്പോൾ അന്നേരമാണ് മറ്റൊരു അലിഗേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ മാധ്യമങ്ങളെ കാണാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ അവർക്ക് 2 തവണ അവരെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ അവരോട് വോണ ടോക്ക് ടു യു എന്ന് പറയുന്നു. അപ്പോൾ ആ സംഭാഷണമുണ്ട്. അതിനുശേഷം ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇതിനെപ്പറ്റി പറയട്ടെ. അത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുമല്ലോ. അപ്പോൾ ഞാനിത് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവരോട്. ഇത് സംഭാഷണമാണല്ലോ. ഞാൻ സംഭാഷണം ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പോൾ
അവർ പിന്നീട് പറഞ്ഞത് ലൈഫ് ത്രട്ടണിങ് സിറ്റുവേഷൻ ആണെന്നാണ്. ഈ ലൈഫ് ത്രട്ടണിങ് സിറ്റുവേഷൻ ആണെന്ന് അങ്ങോട്ട് ആ റിപ്പോർട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളത് കേട്ടു. അങ്ങനെ ലൈഫ് ത്രട്ടണിങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളായിരുന്നു അവരെങ്കിൽ, അങ്ങനെയുള്ള ഒരാളായിരുന്നെങ്കിൽ അവരിപ്പോഴും പുറത്ത് പറയില്ലായിരുന്നു. പോട്ടെ, അത് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ പുറത്ത് പറയാമെന്ന് വിചാരിക്കാം. പക്ഷേ ആ റിപ്പോർട്ടർ വിളിക്കുമ്പം അത് അവരെന്നെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ആ റിപ്പോർട്ടർ വിളിക്കുന്ന കാര്യം എന്നെ അറിയിച്ചു എന്നുള്ളത് വരെ ഇരിക്കട്ടെ. ആ റെക്കോർഡിങ് അവർ തന്നെ എനിക്ക് അയച്ചു തരുമോ? നിങ്ങളുടെ ഒരു യുക്തിയിൽ ഇപ്പം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിചാരണകൾക്കിടയിൽ നമ്മുടെ രാജ്യത്ത് ഇപ്പം ഞാൻ വലിയ ഒഫൻഡറായിട്ടാണല്ലോ ഇപ്പം മാധ്യമങ്ങൾ ചിത്രീകരിക്കപ്പെടുന്നത്. അക്കാലത്ത് ഇനി നിങ്ങളുടെ വാദം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഈ രാജ്യത്തെ ഏറ്റവും വലിയ കുറ്റവാളിക്ക് പോലും നമ്മുടെ രാജ്യത്തിൻ്റെ നിയമ സംവിധാനം കൊടുക്കുന്നൊരു ഒരു അവസ്ഥയുണ്ടല്ലോ, അയാളെ കൂടി കേൾക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ലൈഫ് ത്രട്ടണിങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട്, അപ്പം ലൈഫ് ത്രട്ടണിങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് എൻ്റെ തകർച്ചയായിരിക്കണമല്ലോ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹിക്കുന്ന ആൾ എന്തിനായിരിക്കും അന്ന് രാത്രിയിൽ ഇതിൻ്റെ ഒരു പരിസരവും ഇല്ലാത്തൊരു സമയത്ത് എന്നെ ഇങ്ങോട്ട് വിളിച്ച് ഈ വിവരം പറഞ്ഞത്? എന്തിനായിരിക്കും എനിക്ക് അവർ ഈ കോൾ റെക്കോർഡിംഗ് അയച്ചു തന്നത്? ഇനിയും അതും ഇപ്പോൾ പരിശീലിപ്പിക്കുന്ന പോലെ അവർക്ക് ആർക്ക് വേണമെങ്കിലും പരിശീലിപ്പിക്കാം. അത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ കൂടുതലായിട്ട് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഞാൻ അവരെ ഏതെങ്കിലും തരത്തിൽ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, ഞാൻ അവരെൻ്റെ സുഹൃത്താണ്. അപ്പോൾ നിങ്ങളിൽ പലരും എൻ്റെ സുഹൃത്തുക്കളാണ്. എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങളിൽ പലരും ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി നിങ്ങളുടേതായ ജോലികൾ ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ പേരിൽ നിങ്ങളെ തള്ളി പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം നിങ്ങളിപ്പോൾ എനിക്കെതിരായി വാർത്ത കൊടുക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്കെതിരായിട്ട് ഞാൻ പറയേണ്ടുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അവർ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഞാൻ തള്ളി പറയാനൊന്നും ഈ നിമിഷം നിൽക്കുന്നില്ല. പക്ഷേ ഈ വാർത്തകളുടെ വലിയ പേമാരിയുടെ കാലത്ത് ഇത്തരം ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇന്ന് നടന്നതല്ല, ഓഗസ്റ്റ് മാസം 1-ാം തീയതി നടന്നതാണ്. അതുകൂടി എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ നിങ്ങളെല്ലാവരെയും കാണാനായിട്ട് തീരുമാനിച്ചത്. ഇനിയും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, ജനങ്ങളോട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ, മറ്റ് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് ജനങ്ങളോട് പറയാനായിട്ടുണ്ട്. അത് നിങ്ങൾ സ്വാഭാവികമായിട്ടും വാർത്തകളൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഭാഗം കൂടി, അത് ഈ രാജ്യത്തെ ഏതൊരു പൗരനുമുള്ള അടിസ്ഥാനപരമായ അവകാശമാണ്, അയാളുടെ ഭാഗം കൂടി കേൾക്കുക എന്നുള്ളത്. ആ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ തുടർന്നും കാണിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾക്കും ബാക്കിയുള്ള ദിവസങ്ങളിൽ തന്നെ മറുപടി പറയാം. താങ്ക് യു. ഒന്നിനും കാലം കണക്ക് ചോദിക്കാതെ പോകില്ല രാഹുലെ. നീ ചെയ്തതൊക്കെയും, അതും നെറുകേടുകൾ, സ്ത്രീകളുടെ കണ്ണീരിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് നിരാലംബരായ മനുഷ്യർക്ക് മുന്നിൽ നിന്റെ അധികാര സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും നിന്റെ ഭാവിക്ക് വേണ്ടിയും ഒരു ജീവൻ തച്ചുടച്ച് അവരുടെ മനസ്സിനെ ദയാരഹിതമായി നീ വേട്ടയാടിയപ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞ ഒരിടത്തും നിന്റെ ശബ്ദം ഇതുപോലെ ആരും കേട്ടില്ല. ആ സന്ദർഭങ്ങളിലെല്ലാം മൃഗതൃഷ്ണയോടുകൂടി പെരുമാറിയ നീ ഇന്നിപ്പോ സ്വന്തം അധികാരം നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നീ അന്ന് ആശങ്കപ്പെട്ടതുപോലെ നിന്റെ ഫ്യൂച്ചർ തകരുമ്പോൾ, നിന്റെ കരിയർ തകരുമ്പോൾ, അത് എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കുന്നിടത്ത് അവിടേക്ക് നീ വന്നെത്തിയിരിക്കുകയാണ്. നിന്റെ ഉള്ളിലെ ആ വേട്ടമൃഗം സ്വന്തം കാര്യസാധ്യം കഴിഞ്ഞതിന് ശേഷം അവരെ വെറും ചണ്ടിയാക്കി വലിച്ചെറിഞ്ഞ് അടുത്ത വേട്ടമൃഗത്തെ തേടി പോകുമ്പോൾ അവരുടെ മനസ്സുകൾ തകർന്നിരുന്നു, നീ തകർത്തിരുന്നു. എന്നിട്ട് നീ സ്വൈരവിഹാരം നടത്തുകയായിരുന്നു. പുറത്തിറങ്ങി സ്ത്രീപക്ഷ നിലപാടുകാരനായി അഭിനയിച്ചുകൊണ്ടും ഈ കേരളം കണ്ട ഏറ്റവും വലിയ നിഷ്ഠൂരനായ ക്രൂരനായ വ്യക്തിയെ സമൂഹത്തിന്റെ മുന്നിലെ ബാക്കിയുള്ളവരെയെല്ലാം അധിക്ഷേപിച്ച് നീ കയ്യടി നേടാൻ ശ്രമിച്ചു. അങ്ങനെ സ്വന്തം രാഷ്ട്രീയ ഭാവിയിലെ പുതിയ പുതിയ പടവുകൾ കയറാമെന്ന് നീ കരുതി. ഇതാണ് പറയുന്നത്, കാലം നിന്നെ കൊണ്ട് കണക്ക് പറയിക്കും. അത് നീ മാത്രമല്ല, നിന്നെപ്പോലത്തെ പ്രവൃത്തി ചെയ്യുന്ന എല്ലാ മനുഷ്യരുടെ മുന്നിലേക്കും ഇതുപോലത്തെ ഒരു നാൾ കടന്നു വരും. കെട്ടിപ്പൊക്കിയതെല്ലാം ചീട്ടുപൊട്ടാരം പോലെ തകർന്ന് അധികാരത്തിന്റെ പ്രമത്തതയിൽ ഞാൻ എന്തോ മഹാരാജാവായി എന്ന് കരുതുന്നിടത്ത് കിരീടവും ചെങ്കോലുമെല്ലാം നഷ്ടപ്പെട്ട വെറും രാഹുൽ മാങ്കൂട്ടമായി ഇന്നലെ അടൂർ എന്ന നാട്ടിൽ നീ എങ്ങനെയാണോ നടന്നത് അതിലേക്ക് നീ എത്തിപ്പെടുകയാണ്. എന്തുകൊണ്ട്? സ്വന്തം കൈയിരിപ്പ് കൊണ്ടും ഉള്ളിലെ അഹന്ത കൊണ്ടും ധാർഷ്ട്യം കൊണ്ടും ചിലയിടങ്ങളിൽ ഇടതുവിരുദ്ധതയും പിണറായി വിരുദ്ധതയും വിളിച്ചു പോകുമ്പോൾ നിനക്ക് കിട്ടിയ കയ്യടികൾ നിന്നെ തെറ്റുകളിലേക്ക് നടത്താൻ വേണ്ടിയുള്ള കയ്യടികളായിരുന്നു. നീ നടന്നു, ആസ്വദിച്ചു, അതിൽ അഭിരമിച്ചു. ഒടുവിൽ നിന്റെ നാൾ എണ്ണപ്പെട്ടു. ഇന്ന് നീ ഇടറി വന്ന് നിൽക്കുന്നില്ലേ? അതുപോലും ഒന്നും ആയിട്ടില്ല, ഇനിയും ബാക്കി കിടക്കുന്നതേ ഉള്ളൂ. ഒന്നും അവസാനിച്ചിട്ടില്ല രാഹുലെ. നീ ചെയ്തതിനൊക്കെയും നിന്നെ കൊണ്ട് മറുപടി പറയിക്കുക തന്നെ ചെയ്യും. കാര്യം ഒരംശം പോലും ദയ അർഹിക്കാത്ത മനുഷ്യരെന്ന രൂപത്തിൽ ഇരുന്നു കൊണ്ട് നീ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെയും ഒരു നപുംസക മാതൃകയിലായിരുന്നു എന്ന് പറയേണ്ടി വരികയാണ്.
അതുകൊണ്ട് നിന്റെ വീഴ്ചയുടെ കാലം എത്തിയിരിക്കുന്നു, നിന്റെ തകർച്ചയുടെ കാലം എത്തിയിരിക്കുന്നു. നീ കെട്ടിപ്പൊക്കിയതൊക്കെയും അത് ശരിയായ പാതയിലായിരുന്നില്ല, ശരിയായ വഴിയിലായിരുന്നില്ല എന്നതുകൊണ്ട് നിന്റെ തകർച്ച സ്വാഭാവികമെന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് നിന്റെ ഇമാതിരി സങ്കടങ്ങൾ കാട്ടിയാൽ അതിനോടൊന്നും ഒരംശം പോലും ദയയോ ലാഞ്ചനയോ മനുഷ്യത്വമോ തോന്നില്ല എന്ന് തുറന്നു പറയുകയാണ്.